ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളോടുള്ള ബഹുമാനം കൊണ്ടും ആദരവ് കൊണ്ടും തങ്ങൾ നമ്മുടെ നേതാവായതുകൊണ്ടും തങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തങ്ങൾ സമസ്തയോട് പറഞ്ഞു, ഞാന് ആ 9 തീരുമാനങ്ങൾ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാം, അവരെ കൊണ്ട് നടപ്പാക്കാം. ബഹുമാനപ്പെട്ട സമസ്ത പറഞ്ഞു, തങ്ങളെ തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പറയുന്നു, അവര് ഈ 9 തീരുമാനങ്ങളും നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാനം പോലെ അംഗീകരിച്ച് നടപ്പാക്കി അത് നമ്മുടെ മുന്നിൽ വന്നാൽ ഭരണഘടന തിരുത്തേണ്ട കാര്യങ്ങളുണ്ട്. സമസ്തയും മധ്യസ്ഥ സമിതിയും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ നിബന്ധനകളുണ്ട്. അത് മുഴുവൻ അംഗീകരിച്ച് നടപ്പാക്കിയാൽ സമസ്ത ഈ തീരുമാനം പിൻവലിക്കും എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടാണ് ആ കാര്യത്തിന്റെ നിജസ്ഥിതി ഉള്ളത്. ഇത് മനസ്സിലാക്കാതെ സമസ്ത ഒരു വിഭാഗത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ഒരു ആലോചനയും ഇല്ലാതെ എടുത്ത തീരുമാനമാണെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ, ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയല്ല സമസ്തയുടെ തീരുമാനം. സമസ്തക്കൊരു കൃത്യമായ ലക്ഷ്യമുണ്ട്. അതിന് കാരണം, അടിസ്ഥാനപരമായ കാരണം, നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രം പോരാ, മതഭൗതിക വിദ്യാഭ്യാസം മാത്രം ഉണ്ടായാൽ പോരാ, മതവും ഭൗതിക വിദ്യാഭ്യാസവും അത് സമന്വയിപ്പിച്ച് അത് മാത്രം ഉണ്ടായാൽ പോരാ. മതപരമായ വിദ്യാഭ്യാസത്തിന് ഒരു റൂട്ടുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ റൂട്ട്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഈ മക്കൾ 8 കൊല്ലവും 10 കൊല്ലവും ഒക്കെ പഠിച്ച് പുറത്തിറങ്ങുമ്പോ ഖുത്ബ മലയാളത്തിലാക്കണം എന്ന് ചിന്തിക്കുന്നവരും പറയുന്നവരുമായാൽ, ജമാഅത്തെ ഇസ്ലാമി തരക്കെടില്ല എന്ന് പറയുന്നവരായാൽ, മുജാഹിദിന്റെ പരിപാടിക്ക് നമ്മൾ പോകണമെന്ന് ചിന്തിക്കുന്നവരായാൽ, അവരുടെ ഗുരുനാഥന്മാരും അവരും പല മുജാഹിദ് പരിപാടികൾക്ക് പോവുക, മുജാഹിദ് സ്ഥാപനങ്ങളിലേക്ക് പോവുക, മുജാഹിദുകളെയും ജമാഅത്തെ ഇസ്ലാമിക്കാരെയും അവരെ ഒന്നും പറയാതിരിക്കുക, വിമർശിക്കാതിരിക്കുക. അപൂർവം വാഫികൾ മാത്രമാണ് ആദർശ പ്രഭാഷകരായിട്ടുള്ളത്. അപൂർവം, വളരെ കുറഞ്ഞ ആളുകൾ. അവരൊക്കെ അവരുടേതായ ചില പാരമ്പര്യം കൊണ്ട്, സമസ്തയോടുള്ള ഹുബ്ബ് കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ പ്രഭാഷകരും ആദർശ പ്രബോധകരുമായി. ബാക്കിയുള്ള മഹാഭൂരിപക്ഷം വരുന്ന വാഫികളും വഫിയകളും എന്തുകൊണ്ടാണ് ആദർശം പറയാത്തത്? എന്തുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യം പറയാത്തത്? എന്തുകൊണ്ടാണ് അവര് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെ ഈ വക തമ്മാടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ആളുകൾക്കെതിരെ ഒന്ന് എഴുതാത്തത്, പറയാത്തത്, ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാത്തത്? ഓ അബ്ദുള്ള, ഒരു കാലഘട്ടത്തിൽ ഇവരുടെ സിലബസ് പരിഷ്കരണ സമിതിയിൽ ആ യോഗങ്ങളിലൊക്കെ പങ്കെടുത്ത ആളായിരുന്നു ഓ അബ്ദുള്ള എന്ന് പറയുന്ന അയാളെ കുറിച്ച് എന്താ പറയേണ്ടത്? വ്യക്തിഹത്യയാണ് എന്ന് മനസ്സിലാക്കണ്ട. ഓ അബ്ദുള്ളയെ ജമാഅത്തെ ഇസ്ലാമി പോലും പുറത്താക്കി. കാരണം എന്താണ്? കടുത്ത തീവ്രവാദിയായ മൗദൂദിയ. കേരളത്തിലെ ജമാഅത്തിന് കുറച്ചൊക്കെ മൗദൂദിസത്തിൽ അഡ്ജസ്റ്റ്മെന്റ്, ഇയാൾ അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഒറിജിനൽ മൗദൂദിയ, കടുത്ത മൗദൂദി. ആ മൗദൂദി ആചാര്യനെ വാഫി വഫിയ സംവിധാനത്തിന്റെ സിലബസ് പരിഷ്കരണത്തിന്റെ ആലോചനകൾക്ക് കൊണ്ടുപോയില്ലേ നിങ്ങൾ? ഓ അബ്ദുള്ള എന്താ പറഞ്ഞത്? പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ ശബരിമലയിലെ മേൽശാന്തിയാക്കണമെന്ന് പ്രസംഗിച്ചില്ലേ? അയാളുടെ യൂട്യൂബ് ചാനൽ വന്ന് ഞെളിഞ്ഞിരുന്ന് പറഞ്ഞില്ലേ? അയാളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടില്ലേ? എന്തേ കാരണം? പരപ്പനങ്ങാടി കടപ്പുറത്ത് പൂക്കോയ തങ്ങളുടെ പാരമ്പര്യത്തിൽ, ശിഹാബ് തങ്ങളുടെ പാരമ്പര്യത്തിൽ, വറുതിയുടെ കഷ്ടപ്പാടിന്റെ കാലഘട്ടത്തിൽ, കടൽക്ഷോഭത്തിന്റെ കാലത്ത് മുക്കുവന്മാർക്ക് വേണ്ടി പഴം മന്ത്രിച്ച് കടലിലേക്കിട്ട് ദുആ ചെയ്യുന്ന ഒരു ആചാരം അവിടെ നിലനിൽക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുനവ്വർ അലി തങ്ങളാ ചെയ്തത്. അത് ചെയ്തപ്പോ അതില് സഹി കെട്ടുകൊണ്ട് ഓർത്തുന്ന പറഞ്ഞതാ, മുനവ്വർ അലി ശിഹാബ് തങ്ങളെ ശബരിമലയെ മേൽശാന്തിയാക്കണം. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് ആക്ഷേപിച്ചു. ആര്? സുഹൈർ ചുങ്കത്തറ, സുഹൈർ മൗലവി ചുങ്കത്തറ. എന്താ ആക്ഷേപം? സയ്യിദ് തങ്ങള്, ഇതൊന്നും മാതാപിതാക്കൾക്ക് കൊടുത്ത പേരല്ല. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അത് ശ്രീ 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 രവിശങ്കറെ പോലെയാണ്, മാതാ അമൃതാനന്ദമയി ദേവിയെ പോലെയാണ്. ഈ മാതാ ശ്രീ ശ്രീ ദേവി ഇതൊന്നും മാതാപിതാക്കൾക്ക് കൊടുത്ത പേരല്ല. എന്നുപോലെ സയ്യിദ് തങ്ങള് ഇതൊക്കെ പൗരോഹിത്യമാണെന്ന് പറഞ്ഞ് തങ്ങളെ ആക്ഷേപിക്കാം. ഞാൻ ഇടയിൽ സുഹൈർ മൗലവിയോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് മൗലവി എന്നുള്ള ഈ പട്ട ആര് തന്നതാ? നോട്ടീസ് അങ്ങനെയാണല്ലോ കാണാറുള്ളത്. നിങ്ങൾ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോ സുഹൈർ മൗലവിയെ ക്ഷണിക്കുന്നു പറയാറുള്ളത്. നിങ്ങൾക്ക് കോളേജിൽ നിന്ന് കിട്ടിയ ബിരുദാണോ മൗലവി? അതോ നിങ്ങളുടെ മാതാപിതാക്കൾ ഇട്ടെന്ന പേരോ? സുഹൈർ പറയണം. എന്നിട്ട് വേണം തങ്ങന്മാരെ സയ്യിദും തങ്ങളും തങ്ങളുപ്പാപ്പ ഞങ്ങൾ ബഹുമാനിക്കുന്നതിനെ ആക്ഷേപിക്കാൻ. ഇതൊക്കെ ബഹുമാനത്തിന്റെ വാക്കുകളാ. അങ്ങനെ തങ്ങളെ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഈ മുജാഹിദ് മൗലവിമാരെ നിന്ദിച്ചപ്പോ, ആക്ഷേപിച്ചപ്പോ, ജമാഅത്തിന്റെ ആളുകളെ ആക്ഷേപിച്ചപ്പോ, തങ്ങന്മാരെ അബൂജഹലിന്റെ ഈമാനിനോട് തുലനപ്പെടുത്തിയപ്പോ, അല്ല അതിനേക്കാൾ അധപ്പതിച്ച ഈമാൻ എന്ന് പറഞ്ഞപ്പോ, ഏതെങ്കിലും ഈ പറഞ്ഞ വാഫികളോ വഫിയകളോ ഇവരെ എതിർക്കാൻ ഉണ്ടായിട്ടുണ്ടോ? ആദർശം പറയാൻ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളിത് പറഞ്ഞ ഞങ്ങള് സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുന്ന ആളുകള്,
ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇവിടെ ജമാഅത്തുകാർക്കും വഹാബികൾക്കും ആത്മീയത ഇല്ലാതാവണം. പാണക്കാട്ട് തങ്ങന്മാരുടെ പാരമ്പര്യം തകരണം. അത് കൊതിച്ച് കഴിയുന്നവർ ചതിയന്മാര് ഇവരാണ്. അവർക്ക് ഇതൊക്കെ തകരണം. അവരുടെ ഈ കുത്തിത്തിരിപ്പിനെ, അവരുടെ ഈ തൊരപ്പൻ പണിയെ അതിനെ മുളയിലെ നുള്ളിക്കളയാനും പിടികൂടാനും നിങ്ങളുടെ പുറകെ SKSSF മക്കളുണ്ടാകും, സമസ്തക്കാരുണ്ടാകും. അവർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന ഏർപ്പാട് അകത്തിരുന്ന് ആര് നടത്തിയാലും അതിനെ പ്രതിരോധിക്കാൻ സമസ്തയുണ്ടാകും. അതിന്റെ ഭാഗമായിട്ടാണ് ബിദ്അത്തുകാരന് കഞ്ഞി വെച്ചു കൊടുക്കുന്ന ഏർപ്പാട്, ഒളിച്ചു കടത്തൽ, ബിദ്അത്ത് അറിയാതെ ഉള്ളിലേക്ക് ഒളിച്ചു കടത്തുന്ന ഏർപ്പാട് അത് വന്നപ്പോഴാണ്. അല്ലാതെ ഹക്കീം ഫൈസി ആദിർശേരിയോട് വ്യക്തിപരമായ വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു ചാനൽ അഭിമുഖം നിങ്ങൾ കണ്ടതല്ലേ? നബിദിനം ആഘോഷം വിവാദമാക്കി, അത് ബിസ്ക്കറ്റും ചോക്ലേറ്റും കൊടുത്താൽ മതി, അതിന് വലിയ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പണ്ട, ഒരുപാട് പൈസ ചെലവാക്കണ്ട. അതേ അഭിമുഖത്തിൽ പത്രക്കാരൻ ഓണാഘോഷത്തെ കുറിച്ച് എനിക്ക് എന്താ അഭിപ്രായം? ആ ഓണം നന്നായിട്ട് ആഘോഷിക്കണം, അതിന് ഭക്ഷണമൊക്കെ കൊടുക്കണം, ഓണസദ്യയൊക്കെ ഉണ്ണണം, ഇതിന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാകുമോ? ഈ ഇരട്ടത്താപ്പ് എന്താ? ഇത് ആരെ ബോധ്യപ്പെടുത്താനാ? ആരെ ബോധ്യപ്പെടുത്താനാ നിങ്ങൾ ഈ കാണിക്കുന്ന വിക്രിയകൾ? ഇതൊക്കെ ഒരു ഒളിച്ചു കടത്തലാ. നബിദിനാഘോഷം ഈമാനിന്റെ ഭാഗമാണ്. അതിനുവേണ്ടി മുഅ്മിനീങ്ങൾ ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കും. അതൊക്കെ ഈമാനിന്റെ ഭാഗമാണ്. അതിനൊക്കെ നിസ്സാരപ്പെടുത്തുക. മുഹ്യിദ്ദീൻ ശൈഖിന് ഖുത്ബിയത്ത് ചൊല്ലുന്നത് ഇയാൾ കളിയാക്ക. ആരെ കളിയാക്കണത്? മുജാഹിദ് ബാലുശ്ശേരി അല്ല, ഹക്കീം ഫൈസി ആദിർശേരി കളിയാക്കാണ്. ഒരാളെങ്ങനെ 1000 വട്ടം വിളിച്ചാൽ അയാൾക്ക് ദേഷ്യം വരൂലേ? കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുക. ഇതന്നെയല്ലേ ചുഴലി മൗലവി പറയുന്നതും? ഇത് തമ്മില് ചുഴലി മൗലവി കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇവർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന ഏർപ്പാട് സമസ്ത മുളയിലേ നുള്ളി. അതാ പ്രശ്നം. അല്ലാതെ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനോ തരിപ്പളാക്കാനോ ഒന്നുമല്ല. സമസ്തക്കാരാവണം 100%. വാഫികളും വഫിയകളും CIC സമസ്തയുടെ കീഴിലാവണം. സമസ്തയുടെ കീഴിൽ തന്നെ അഭിമാനമല്ലേ കൂട്ടരെ? നമ്മളൊക്കെ നമ്മുടെ മഹലിന് ഭരണഘടന ഉണ്ടാക്കുമ്പോ, മദ്രസക്ക് ഭരണഘടന ഉണ്ടാക്കുമ്പോ, നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കുമ്പോ എല്ലാ സംവിധാനവും സുന്നികളുടെ ഒരു വഴി എന്താ? എല്ലാ ഭരണഘടന അവസാനം ക്ലോസ് ഉണ്ടാവും. ഇത് നടത്താൻ ആളില്ലാതെ വന്നാൽ, ഈ സംവിധാനം നാമാവശേഷമായി പോയാൽ അത് സമസ്ത കേന്ദ്ര മുശാവറ ഏറ്റെടുക്കേണ്ടതാണ്. ഈ സംവിധാനം സമസ്തയുടെ കീഴില. സമസ്തയുടെ സ്ഥാപനങ്ങൾ, മദ്രസകൾ, മഹല്ലുകൾ, ഇത് അഭിമാനത്തോടുകൂടെ പറയുന്നവരാണ് സമസ്തക്കാര്. അതിന് പകരം ചരിത്രത്തിൽ, ഈ 100 കൊല്ലത്തെ ചരിത്രത്തിൽ ഞങ്ങൾ സമസ്തയുടെ കീഴിലാവണ്ട എന്ന് പറഞ്ഞ് ഭരണഘടനയിൽ നിന്ന് വെട്ടിമാറ്റിയവർ അത് തിരിച്ചു വരാൻ തയ്യാറാവണം. സമസ്തയുടെ കീഴിലാകുന്നത് അഭിമാനമായി, സമസ്തയുടെ കീഴിൽ സുരക്ഷിതമായി. കാരണം ജിഫ്രി തങ്ങളുടെയും ശൈഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദിന് നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകൂലേ? ഇവിടെ ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കണ്ടേ? അബ്ദുൽ ഹക്കീം ഫൈസിയുടെയും കാലം കഴിഞ്ഞു പോകൂലേ? ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞ് ഇവിടെ ആരൊക്കെ ഉണ്ടാവും പറയാൻ കഴിയോ? അന്നും ഈ സുന്നത്തെ മാത്രം സമസ്ത നിലനിൽക്കണ്ടേ? ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കണ്ടേ? നഷ്ടപ്പെട്ടു പോകാൻ പാടുണ്ടോ? ഇത് ഉണ്ടാക്കിയ വാഖഫീങ്ങൾ ഇതൊക്കെ സമസ്തയുടെ കീഴിലാവണമെന്ന് നിഷ്കർഷിച്ചതല്ലേ? കാളികാവ് PG ക്യാമ്പസ് 15 ഏക്കർ ഭൂമി ബഹുമാനപ്പെട്ട വാപ്പുവാജി വഖഫ് ചെയ്യുമ്പോ 5 നിബന്ധനകളാ. സമസ്തയുടെ കീഴിലാവണം, സമസ്തയുടെ ആളുകൾ, സമസ്ത നിർദ്ദേശിക്കുന്ന ആളുടെ കമ്മിറ്റിയിൽ ഉണ്ടാവണം, സമസ്തയുടെ കീഴിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ഇത് ഈ വാഖഫീങ്ങളൊക്കെ നിഷ്കർഷിക്കാൻ എന്താ കാരണം? പട്ടിക്കാട് ജാമിയ, നന്ദി ദാറുസ്സലാം, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും, കടമയിൽ റഹ്മാനിയ, ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും സമസ്തയുടെ കീഴിലാവണമെന്ന് ആധാരത്തിലും ഭരണഘടനയിലും ഒക്കെ ഉണ്ടാവാൻ കാരണം അത് അഭിമാനമല്ലേ? CICക്ക് മാത്രം എന്താ അതിൽ ബേജാറ്? സമസ്തയുടെ കീഴിലല്ലേ അത് ഭദ്രമായി നിലനിൽക്കേണ്ടത്? ഇനിയും സമസ്ത നിങ്ങളുടെ മുന്നിൽ വാതിൽ കൊട്ടിയടച്ചിട്ടില്ല, ഒന്ന് ചാരി വെച്ചിട്ടേ ഉള്ളൂ. പാണക്കാട്ട് തങ്ങളെ അനുസരിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ തിരിച്ചു വരാൻ തയ്യാറാവണമെന്നാണ് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയം, ആദർശം നിലനിൽക്കണം. അൽഹംദുലില്ലാ, അത് നമ്മുടെ ആത്മീയ വഴിയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ മഹാന്മാരായ സ്വാലിഹീങ്ങളായ ഉലമാക്കൾ എല്ലാവരും പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെട്ടവർ, നല്ല ദിവസങ്ങൾ വെള്ളിയാഴ്ച രാവ്, തിങ്കളാഴ്ച രാവ് പോലെയുള്ള രാവുകൾ മരണപ്പെട്ടവർ, ഉളുവോടുകൂടെ മരണപ്പെട്ടവർ, നല്ല മാസങ്ങളിൽ മരണപ്പെട്ടവർ, ഒരുങ്ങി മരണപ്പെട്ടവർ. കാരണം സമസ്ത എന്നതായിരുന്നു അവരുടെ തരീഖ്. സമസ്ത എന്ന ആത്മീയ സരണിയെ സ്വീകരിച്ചവർ അവരാണ് നമ്മുടെ നേതാക്കൾ. ആ വഴി സമസ്ത എന്ന് കേവലം ഒരു ഭൗതിക ലക്ഷ്യത്തിനുള്ള സംഘടനയല്ല, അതൊരു ആത്മീയ പ്രസ്ഥാനമാണ്. സമസ്തയുടെ ആശയവും ആദർശവും റാഹത്തോടുകൂടെ നിലനിൽക്കണം എന്നത് നമ്മുടെയൊക്കെ ഒരു നിർബന്ധമാണ്. ആ നിർബന്ധം നമ്മുടെ ഈമാൻ നിലനിർത്താനുള്ള നിർബന്ധമാണ്, ഈമാൻ സലാമത്താവാനുള്ള നിർബന്ധമാണ്. നമ്മുടെ ഈമാനിനെ
ഒരു കോട്ട കെട്ടിക്കാവൽ നിൽക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. സമസ്ത നിലനിൽക്കുന്നത്, സമസ്ത ഭദ്രമായി ഇവിടെ നിലനിൽക്കേണ്ടത് ഈ ഉമ്മത്തിന്റെ ഈമാനിക സംരക്ഷണത്തിനാണ്.